കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുൻപിൽ. ഭാഗ്യമോ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലുമല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന്. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എൻ്റെ പിതാവ് എനിക്കായി നൽകിയിട്ടുള്ള ഏവനും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. എന്തെന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം നടത്തുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നടത്തുവാനാണ്. അവൻ നൽകിയിട്ടുള്ള ഒരുവനും നശിപ്പിക്കാതെ അവസാന ദിവസം ഞാൻ ഉദ്ധരിക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എന്തെന്നാൽ പുത്രനെ കണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നതും അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കണമെന്നതുമാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിൽ നീരസപ്പെടുകയും, ഇവൻ യൗസേപ്പിൻ്റെ പുത്രനായ യേശുവല്ലയോ, ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നുവെന്ന് ഇവൻ പറയുന്നത് എന്ത് എന്ന് പറയുകയും ചെയ്തു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം മന്ത്രിക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിക്കാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് ദീർഘദർശി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരും. ആരും പിതാവിനെ കണ്ടിട്ടില്ല, പിന്നെയോ ദൈവസന്നിധിയിൽ നിന്ന് വന്നിട്ടുള്ളവനാണ് പിതാവിനെ കാണുന്നത് എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്തു, ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിന്നു വന്നു. താതനയച്ചു വചനമാമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു. നല്ല നിലം തുല്യം അറിയാം കൈക്കൊണ്ടാളൂതരെ ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർ കൈയിൽ. ഹല്ലേലൂയ ഘോഷിച്ചിടുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.